ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് കേരള ലഞ്ച് മെനുവിൻ്റെ 33ാമത്തെ മെനു ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്നത്തെ മെനുവിൽ നമ്മൾ ഉണ്ടാക്കിയത് ചൊരക്കയും ഉണക്കമീനും കൂടിയുള്ള ഒരു കറിയാണ്. അതിന് കോമ്പിനേഷനായിട്ട് വഴുതിരിങ്ങ, ഉള്ളിയും മുളകൊക്കെ ചതച്ചിട്ടുണ്ടാക്കിയ ഒരു മെഴുക്കുവരട്ടി, സാലഡ്, പിന്നെ ചോറ്. ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം നമുക്ക് കറി ഉണ്ടാക്കാം. അതിനൊരു ചട്ടിയിൽ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് ചെറിയ ഉള്ളി, ഇഞ്ചി, പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് ഒരു 2 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്തിട്ട് പൊടിയുടെ പച്ചമണം പോകുന്ന വരെ ഒന്ന് വഴറ്റുക. ഇനി ഇതിലേക്ക് ഉണക്ക ചെമ്മീൻ കഴുകി വൃത്തിയാക്കിയത് ചേർത്ത് കൊടുക്കുക. അതും ഒന്ന് ഒരു 2 മിനിറ്റ് വഴറ്റിയതിന് ശേഷം വേകാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നമുക്കിത് പകുതി വേവാവുന്നവരെ കുക്ക് ചെയ്തെടുക്കാം. പകുതി വെന്ത് കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് ചുരക്ക കട്ട് ചെയ്തതും ഒരു തക്കാളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി മിക്സ് ചെയ്ത് അതും വേകാനുള്ള വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് അടുപ്പത്ത് വെക്കാം. ഇപ്പുറത്ത് നമുക്ക് മെഴുക്കുവരട്ടി ഉണ്ടാക്കാനായിട്ട് വെളിച്ചെണ്ണ ചൂടാക്കി കടുക് പൊട്ടിച്ച് കറിവേപ്പില ചേർത്ത് അതിലേക്ക് ചെറിയുള്ളി, ചുവന്ന മുളക്, മഞ്ഞൾപ്പൊടി, ഉപ്പും കൂടി ഒന്ന് ചതച്ചെടുത്ത മിക്സ്ചറാണിത്. അത് ചേർത്തിട്ടുണ്ട്. അതൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇത് നന്നായി മൂത്ത് വരുമ്പോൾ നമ്മൾ വഴുതിരിങ്ങ കട്ട് ചെയ്ത് വെച്ചത് ചേർത്ത് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് മസാല എല്ലാ ഭാഗത്തേക്കും നന്നായി പെരണ്ട് വരുന്നവരെ ഇളക്കി കൊടുക്കുക. ഇനി ഇത് വേകാൻ അവിടെ വെക്കാം. ഇവിടെ ചൊരക്ക വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് തേങ്ങയും ജീരകവും അരച്ച മിശ്രിതം ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് ഒന്ന് തിളയ്ക്കാൻ വെക്കാം. നന്നായി തിളച്ച് വരുമ്പോൾ അതിലേക്ക് കടുക്, മുളക്, ചെറിയുള്ളി, കരിവേപ്പിലയും കൂടെ വറുത്തിടുക. ഇപ്പുറത്തെ വഴുതിരിങ്ങ മെഴുക്കുവരട്ടി ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് വഴുതിരിങ്ങ വേവുന്നവരെ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും റെഡിയാണ്. അപ്പോൾ ഈ സിമ്പിൾ റെസിപ്പീസ് നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അടുത്ത പ്രാവശ്യം ഒരു പുതിയ റെസിപ്പിയുമായിട്ട് വരുന്നവരെ ബൈ.